അവൻ ആ കുട്ടിയെ മുൻപ് ഉപദ്രവിച്ചിട്ടില്ല. അതായത് ആ കൊച്ചിന് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവനൊന്നും ചെയ്തിട്ടില്ല. ഹരി പറയുന്നത് അങ്കിളിന് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ അങ്കിൾ നിയമത്തിന്റെ വഴിയെ ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. പോലീസുകാർ തന്നെ എഴുതി ചേർത്ത വകുപ്പല്ലേ കേസിന് ബലം കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ആ വഴിയൊന്നും നടക്കത്തില്ല. പിന്നെ അലീന ആ കുട്ടിയോടും സംസാരിക്കും. കോടതിയിൽ സത്യം പറയണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോ ആ പോക്സ് ഒന്ന് മാറിയേക്കും. അങ്കിളെ, അവളെ ഉപദ്രവിക്കാൻ അവൻ പലതവണ ശ്രമം നടത്തിയതാ. അപ്പോഴൊക്കെ ആ പെൺകുട്ടി ചെറുത്ത് നിന്നു. ബോധാവസ്ഥയിൽ അവളുടെ അടുത്ത് ഒന്നും നടക്കാതെ വന്നപ്പോഴാ മയക്കുമരുന്ന് വെള്ളത്തിൽ കലക്കി അബോധാവസ്ഥയിലാക്കി ശരി അവൻ അവന്റെ കൂട്ടുകാർക്ക് കൂടി പങ്കിട്ട് കൊടുത്തത്. അവന്റെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുള്ളതുകൊണ്ടല്ലേ അവൻ ഇത്രയും ചിന്തിക്കാനും ചെയ്യാനും പറ്റിയത്. അതുകൊണ്ട് ഹരിക്ക് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ജയില് തന്നെയാണല്ലേ. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് തടവ് ശിക്ഷ മാത്രം കൊടുത്താൽ പോരാ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയും കൂടി വേണം. അത്രയും വൈകൃതമായ സ്വഭാവം തലച്ചോറും അവന്റേത്. എന്നോട് തന്നെ ചെയ്തത് എന്താണെന്നും അങ്കിളിന് അറിയാലോ. അതിനുവേണ്ടി ഞാനൊരു ചെറു വിരൽ പോലും അടക്കില്ല അങ്ങളെ. എനിക്ക് അങ്കിളിനോടൊരു ബഹുമാനമൊക്കെ ഉണ്ട്. അതെന്തിനാ അങ്കിളെ വെറുതെ കളയുന്നത്? രഞ്ജിനിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അങ്കിൾ മുൻപിൻ നോക്കാതെ ഈ ലോകത്തിന്റെ ഏതറ്റം വരെയും പോയി കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കത്തില്ലേ? ഇല്ലേ അങ്കിളെ? എനിക്ക് എന്തായാലും ഹരിയുടെ കാര്യത്തിൽ സഹായിക്കാൻ പറ്റത്തില്ല അങ്കിളെ. പറ്റത്തില്ലെന്നല്ല, താല്പര്യമില്ല. അങ്കിളൊരു കാര്യം ചെയ്യും, ശരണ്യയുടെ വീട്ടുകാരെ കണ്ടെന്ന് സംസാരിച്ചു നോക്ക്. ഞാനെന്നാ വൈജയന്തി പോയി കാണട്ടെ. അങ്കിളെ, അങ്കിളിനോട് വിരോധമൊന്നും ഇല്ലല്ലോ? എന്തിന്? അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ ചെയ്തേ. പക്ഷെ മകനായി പോയില്ലേ, അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ മോളെ. ഞാനെന്നാ വൈജയന്തിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ, അവളെ കൂടി ഒന്ന് കാണണം. അങ്കിളെ, മാഡം ഇന്നലെ രാത്രി നിന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞോളൂ? ഞാൻ ഇവിടെ നിന്ന് ഒഴിവായി തരണമെന്ന് പറയാൻ വന്നതാ. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഈ കുടുംബം രണ്ടായി പോയതെന്ന്. അലീന എന്ത് പറഞ്ഞു? ഞാൻ മാഡത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാന്ന്. അതിനുശേഷം എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ഇവിടുന്ന് ഒഴിവായി പോകാൻ വേണ്ടി എനിക്ക് എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് എന്നോട് മാഡം പറഞ്ഞത്. മോളെ, അവൾക്കൊന്നും അറിയത്തില്ലല്ലോ, അതിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മ? ശരിയാ, അറിവില്ലായ്മയാണ് എല്ലായിടത്തെയും പ്രശ്നം അല്ലെങ്കിലേ. ശരിയങ്ങളെ, അങ്കിളും കൂടെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് പോകാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നങ്കിൾ ചെല്ല്.